ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നല്ല തെളിഞ്ഞ ആകാശവും ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പാടങ്ങളും വരിതെറ്റാത്ത തെങ്ങിൻ തോപ്പുകളൊക്കെ കാണുമ്പോൾ സ്ഥലം ഏതാന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കാണുമ്പോൾ കണ്ണും മനസ്സും നിറയിക്കുന്ന ഈ കാഴ്ച എവിടെയാണെന്നറിയോ? പാലക്കാടിന്റെ സ്വന്തം കൊല്ലങ്കോട്. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന സഞ്ചാരികളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ് കൊല്ലങ്കോട്. ഈ ഒരു സമയം ഇവിടെ കാണാൻ വളരെയധികം രസമാണ് കേട്ടോ. പാടങ്ങളൊക്കെ ഒരുവിധം ട്രാക്ടർ കൊണ്ടൊക്കെ പൂട്ടി നിരപ്പാക്കിയിട്ടിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്, ചിലയിടത്തൊക്കെ നടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നടിയിലെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ളത്. റോഡിന് ഇരുവശവും ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. നീല ആകാശം, പച്ച ഭൂമി, ഇടയ്ക്ക് ഓരോ മുട്ടക്കുന്നുകളും. ഈ ഒരു സ്ഥലത്ത് ഒരുവിധ സ്ഥലങ്ങളെല്ലാം പാടങ്ങളാണ്, അതുപോലെ തന്നെ കുന്നുകളും പാറകളും. ചില വീടുകളും കടകളും പാറയുടെ മേലെയാണോ പണിതിരിക്കുന്നത് നമുക്ക് സംശയം തോന്നും. ഇങ്ങനെ നീണ്ടു വിശാലമായ റോഡ്, ഇരുവശവും തെങ്ങിൻതോട്ടങ്ങളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും എല്ലാം ആയിട്ട് നമ്മളെയൊക്കെ മാടി വിളിക്കുകയാണ്. ദിവസേന ഇവിടെ സഞ്ചാരികളുടെ ഒഴുക്കാണ്. നമ്മൾ മലയാളികൾക്ക് പുറമെ തന്നെ വിദേശികളും ഇവിടെ എത്തുന്നുണ്ട്. വെറുതെ ഒരു കൃഷിയിടം കാണുക എന്നുള്ളതിലുപരി എന്താണ് ഇവിടെ പ്രത്യേകത? നമ്മുടെ ജില്ലകളിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നിറയെ നെൽപ്പാടങ്ങളുണ്ട്, കരിമ്പനത്തോട്ടങ്ങളുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്. പിന്നെന്താ എവിടെ ഇല്ലാത്തൊരു പ്രത്യേകത കൊല്ലങ്കോട്? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മനോഹരമായ ആവിഷ്കാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. താമരപ്പാടം എന്നത് അരവിയേട്ടന്റെ നെൽപ്പാടമാണ്. ഇത് ഒരു നീണ്ട വയൽ പ്രദേശമാണ്. അതിലുപരി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ദേ ഐസ്ക്രീമും ഉപ്പിലിട്ട മാങ്ങയും എല്ലാം ഇവിടെ കിട്ടും. നമ്മളെ അങ്ങനെ വെറുതെ ഒന്നും ഈ പാടവരമ്പിലൂടെ നടക്കാൻ സമ്മതിക്കില്ല. 20 രൂപ കൊടുത്ത് ടോക്കൺ എടുക്കാം. ടോക്കൺ എടുക്കാനായിട്ട് വയലിന് മുന്നിൽ ഒരു ഓലമേഞ്ഞ ഓഫീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടോക്കൺ എല്ലാം എടുത്തു. ദേ ഇതാണ് എൻട്രൻസ്. അപ്പൊ നമുക്ക് അരവിയേട്ടന്റെ നെൽപ്പാടം കണ്ടാലോ? വൈക്കോല് കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു നല്ല എൻട്രൻസ് ആണ് ഇവിടെ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ വളരെയധികം തിരക്കുണ്ടാവും എന്നാണ് ഇവിടുത്തെ നടത്തിപ്പുകാർ പറയുന്നത്. പലരും പല ഗ്രൂപ്പായി പല ജോലി സ്ഥലത്ത് നിന്നും അതുപോലെ വിദ്യാർത്ഥികളും എല്ലാവരും എത്തുന്നുണ്ട്. എല്ലാവരും ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ വന്നവരാണ്. നമുക്ക് ഈ പച്ചപ്പിനിടയിലൂടെ നടക്കാം. ഇവിടെ വരമ്പുകളെല്ലാം നമുക്ക് നടക്കാൻ പാകത്തിന് വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ നടക്കുന്ന വഴിക്ക് ഇരുവശവും നിറയെ പൂക്കളെല്ലാം നട്ടിട്ടുണ്ട്. അതില് ചെണ്ടുമല്ലിയും തെച്ചിയും ജമന്തിയും വാട്ടർ ലില്ലിയും ഒക്കെ ഉണ്ട്. നമുക്കിതിലൂടെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, ലോകത്തെ മുഴുവൻ അറിയിക്കാം നമ്മുടെ നാട്ടിൽ ഇത്രയും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു പാടം ഉണ്ടെന്ന്. സാധാരണ നെൽവയലുകളുടെ പ്രതിച്ഛായ തന്നെ മാറ്റി എഴുതുന്ന രീതിയിലാണ് ഇവിടെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കൊക്കെ ഓരോ കോഡ്സ് അവരൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. കൃഷിയുടെയും കർഷകന്റെ എല്ലാം മഹത്വത്തിനെ കുറിച്ചിട്ടുള്ള ഓരോ കോഡ്സാണിത്. ഈ പച്ചപ്പിനിടയിലൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ചെണ്ടുമല്ലിയുടെയൊക്കെ ഒരു മണം, അതുപോലെ ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ ഈ പൂവൊക്കെ കാണാനായിട്ട്. അവരിവിടെ എല്ലാം വളരെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. നമുക്കൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കുടില് പോലെ കെട്ടിയിട്ടുണ്ട്. താൽക്കാലികം മാത്രം. നന്നായിട്ടുണ്ട്. ഇങ്ങനെ പൊരുവയിലാണെങ്കിലും കൂടി നമുക്ക് ഈ വരമ്പത്തൂടെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ ചെറിയ ഷെഡുണ്ട്. അത് വൈക്കോല് കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ഷെഡാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ പാടങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ് ഈ ഷെഡ്. എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ചാള എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പാടങ്ങളൊക്കെ ആവുമ്പോൾ പണിക്കാർക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഈ ഷെഡ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ ചെണ്ടുമല്ലിയിൽ മാത്രം ഒതുക്കാതെ പല വൈവിധ്യമാർന്നുള്ള പൂക്കളിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ചെറിയൊരു മാജിക് കാണിക്കട്ടെ.
ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ഒരു ആനയുടെ രൂപമുണ്ട്. നമ്മൾ ശരിക്കുള്ള ആനയുടെ ഏകദേശം അതേ വലുപ്പത്തിലുള്ള ഒരു ആനയുടെ രൂപമാണ് ഇവിടെ ഉള്ളത്. ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആന എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി വളരെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആനയുടെ രൂപമാണിത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, വഴിപരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ വഴി വരികയാണെങ്കിൽ, അതും രാത്രി കാലങ്ങളിൽ ഒന്ന് പേടിച്ചു കൂട്ടോ. എന്തായാലും ഐഡിയ കൊള്ളാല്ലേ. ഇത് ഇവിടെ പാടവരമ്പ തന്നെയായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊരു ചെറിയ കുടില് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈക്കോലൊക്കെ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കുടിലാണിത്. ഇരിപ്പിടം മുളയുടെയും അതുപോലെ തന്നെ കവുങ്ങിൻ്റെയൊക്കെ അലക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇരിപ്പിടമാണ്. നല്ല വൃത്തിയായിട്ട് നല്ല ഉറപ്പോട് കൂടിയിട്ടാണ് ഇതെല്ലാം മേഞ്ഞു വെച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പന്നി നെല്ല് തിന്നാനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിനെ ഓടിക്കാനൊക്കെ ആയിട്ട് രാത്രി ആൾക്കാർ കാവൽ കിടക്കാറുണ്ട് പാടത്തിൻ്റെ നടുക്കായിട്ട്. അതിനുള്ളൊരു സെറ്റിംഗ് ആയിട്ടാണ് ഇത്. പക്ഷേ ഇവിടെ മൾട്ടിപർപ്പസ് ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇവർക്ക് വേണ്ടപ്പോൾ ഉപയോഗിക്കാനും കൂടിയിട്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ഷെഡിലിരുന്നിട്ടുള്ള നിമിഷങ്ങളായിരിക്കാം. നല്ല പുരിവയിലാണ്, നല്ല നീണ്ട പാടവരമ്പാണ്. നടന്ന് നമ്മൾ ക്ഷീണിക്കും. ഇതുപോലൊരു ഷെഡൊക്കെ കാണുമ്പോൾ നമുക്ക് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നൊക്കെ തോന്നും. അപ്പോൾ ഇത്രയും നല്ലൊരു ഷെഡൊക്കെ നമ്മൾ കാണുമ്പോൾ, അതും ഈ പുല്ലുമേഞ്ഞ വൈക്കോല് മേഞ്ഞ ഷെഡൊക്കെ കാണുമ്പോൾ നല്ല സെറ്റിങ്, നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ളൊരു ഇരിപ്പിടൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാതെ ഉറക്കം വരും, സ്വാഭാവികം, മനുഷ്യന്മാരല്ലേ. ഗുഡ് നൈറ്റ്. അങ്ങനെ ഇവിടെ വരുന്നവരെല്ലാം കുറേ നേരം എൻ്റർടൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് നടക്കണ്ടേ, നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ നമുക്ക് നടന്നേ പറ്റും. ഷെഡിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ്സ് ഗോ. ഇവിടെ ഇടയ്ക്ക് ഓലമേഞ്ഞ ഒരു ഷെഡുണ്ട്. പകുതി പൊട്ടിപ്പോയൊരു ചെയറും നമുക്ക് ഈ വരമ്പത്ത് കാണാം. വരി വരിയായിട്ട് ഷെഡുകളും ഉണ്ട്. ഇത് ഷെഡിൻ്റെ കാലുകളൊക്കെ ഉള്ളത് കുത്തനെയായിട്ടാണ്. ഇരിക്കുമ്പോൾ എങ്ങാനും സ്ലിപ്പായ താഴെ എത്തുന്ന സാരം. ഇതൊരു ലോങ് വ്യൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ ഷെഡിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ചൂടാണ്, അതുകൊണ്ട് മാത്രം ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പാട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നുമില്ലാതെ തന്നെ കരിങ്കാളിയല്ലേ സ്റ്റെപ്പ് ഇടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാവിലെ സമയത്തോ ഇല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തോ ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായിട്ടുണ്ടാവും കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Thanks for watching my videos.